ഹായ് ഗഡികൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനയുടെ. ഞാനിന്നിപ്പോഴേ ഈ നിൽക്കണ സ്ഥലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ വേറെ ഒന്നുമില്ല. നമ്മുടെ തൃശ്ശൂരില്ലേ, നമ്മുടെ തെക്കേ ഗോപുരം നമ്മളാ അവിടെ നമ്മളീ കാണുന്നതേ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പൂക്കളമാണ്. ഇത്രയും വലിയ പൂക്കളം ഈ ഓണത്തിന് മുൻപായിട്ടിടുന്ന ഒരു സ്ഥലവും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്രയ്ക്കും ഇങ്ങനെ പരത്തി പറഞ്ഞത് റീലുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത്രയ്ക്കും ഇങ്ങനെ പരത്തി പറയാൻ കാരണം വേറൊന്നുമല്ല, അത്രയ്ക്ക് വലിയ ഒരു പൂക്കളമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ചില വർക്കുകൾ നിങ്ങളോട് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് റീൽ അവസാനിക്കില്ല എന്നുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് കൂടുതലായിട്ടൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. റീലായാലും കുറച്ച് കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ തുടരുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൂക്കളം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ ഒരു കാര്യമാണെന്ന് വിചാരിക്കും. ഒരു ചെറിയൊരു പൂക്കളം തന്നെ അത്രയ്ക്കും വളരെ മനോഹരമായിട്ടത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കഠിന പ്രയത്നങ്ങൾ നമുക്കവിടെ ചെന്നപ്പോൾ, ഞാനിപ്പോൾ ഒരു 2ാമത്തെ കൊല്ലമാണ് ഇങ്ങനെ പോകുന്നത്, അത്രയ്ക്കും എഫർട്ട് എടുത്തിട്ട് അതിൻ്റെ സ്കെച്ചുകൾ അവർ തലേ ദിവസം തന്നെ അത് അടയാളപ്പെടുത്തി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അവിടെ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു സായന സവാരി കൂട്ടായ്മയാണ് ഈ ഒരു പൂക്കളത്തിൻ്റെ നിർമ്മാതാക്കൾ. അപ്പോൾ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വരികയും അതിൻ്റെ സ്കെച്ചുകൾ ഏത് കളറുകൾ ഇടണം, അപ്പോൾ മുൻകൂട്ടി സ്കെച്ചുകൾ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പകുതി വർക്ക് അവിടെ അവസാനിച്ചു. പിന്നെയുള്ളത് ആ കളങ്ങളിൽ എത്ര പൂക്കൾ നിറയ്ക്കാം, അതായത് ഏത് കളറുകളിലെ പൂക്കളുകൾ ഇട്ടാലാണ് അത് എഫക്റ്റീവ് ആവുക, അതിനെക്കുറിച്ച് പിന്നെ അവർ പഠനം നടത്തി. പിന്നീടാണ് ഇന്ന പൂക്കളാണ് അതിൽ ഓരോന്നിലും നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു പൂവ് ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ ആ ഒരു കളത്തിൽ തന്നെ അതിന് വേർതിരിക്കുന്ന മറ്റൊരു പൂ വന്നെങ്കിൽ മാത്രമാണ് ആ പൂക്കളം കുറച്ചും കൂടിയും, അല്ലെങ്കിൽ മത്സരങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളത്തിൽ ഒരു പൂവ് വരുന്ന ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സ്കെച്ചുകളാണ്. അതായത് ഈ പൂക്കളം ഇത്രയ്ക്കും വലുതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളവിടെ നിൽക്കുന്നു, ഇത്രയ്ക്ക് അടി വ്യത്യാസം ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്കെച്ചിൻ്റെ ഈ പ്രത്യേകത തന്നെ നോക്കുമ്പോൾ അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂക്കളം ഇങ്ങനെ ഒരു കാലത്ത് ഇപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ തന്നെ ഒരു 5 മണി 5:30 കൂടിയിട്ട് തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് മാക്സിമം ഒരു 3 മണിക്കൂർ അതിൻ്റെ മുകളിലെടുത്ത് കാണണം അത് കഴിയാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ നിർണയം അവർ നോക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പൂവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വരെ ചില സമയങ്ങളിൽ അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വന്നു എന്നാണ്. കാരണം നമുക്കടുത്തത് അതിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം എഫക്റ്റീവ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ എന്ത് വേണം. അപ്പോൾ ഒരു മിക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു എന്നല്ല, അവിടെ ഒരു ചർച്ച വന്നപ്പോൾ ആ കാര്യം സംസാരിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നു. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേറൊരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടിയിട്ടാണ് ആൾ ചോദിക്കുന്നത് നമുക്കടുത്ത ഒരു ബൗണ്ടറി തിരിക്കാൻ. അതായത് പൂക്കൾ കൂടുതൽ വരുമ്പോൾ ഒരു സ്ഥലത്ത് അതൊരു ബൗണ്ടറി പോലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കാഴ്ചക്കാർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഹെലിക്കാം അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഉദ്ദിപ്പ്, നമ്മൾ മലയാളത്തിൽ സാധാരണ തൃശ്ശൂർക്കാർ പറയണ പോലെ ഒരു ഉദ്ദിപ്പ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ആ കളറുകൾ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരുപാട് കഠിനാധ്വാനം. കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളോട് വന്നിരുന്നു.
ഇവരൊക്കെ ഇപ്പോൾ നടക്കാൻ വരുന്ന ആളുകൾ, അതുപോലെ തന്നെ സൈക്ലിങ്ങിൽ വരുന്ന ആൾക്കാർ, ഇവർ എല്ലാവരും, പിന്നെ അവരുടെ അവിടെ സ്ഥിരം വരുന്ന നടക്കാൻ, അതുപോലെ തന്നെ ഇത് കാണുവാൻ വേണ്ടി വന്ന ഒരു സാധനം, ഇത് എത്രയും പെട്ടെന്ന് ഒരു മഴക്കാരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന പോലെ വളരെ എല്ലാവരും വളരെ ക്ലിയറായിട്ട് നിന്ന് അത് പൂക്കളൊക്കെ ഒതുക്കി വെച്ച് വളരെ മനോഹരമാക്കി തീർക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ ഈ സമയത്ത് വളരെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കളം തന്നെ ഇടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള വീടുകളിലായാൽ പോലും ഒരു ചെറിയൊരു പൂക്കളം തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുകൾ ഇന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ നമ്മുടെ യൂട്യൂബിൻ്റെ വർക്കായിട്ട് ഇങ്ങനെ ഗുണ്ടൽപേട്ട് ഇവിടെയൊക്കെ പോയപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ വളരെ കുറവിന് പൂക്കൾ കിട്ടാനുണ്ട്. പക്ഷേ ആ പൂക്കൾ നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള ചാർജും ആ ട്രാൻസ്പോർട്ട് ചാർജ്, അതുപോലെ തന്നെ ഇതിവിടെ കൊണ്ടുവന്നാലുള്ള വിപണി, നമുക്ക് കിട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടെ കാണുകയുണ്ടായി. പക്ഷെ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം? ഇത് മറ്റുള്ള ഈ പച്ചക്കറി പോലെ തന്നെ വളരെ എന്തെന്ന് പറയുക, ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമില്ല. നമ്മളീ പൂക്കളമുണ്ട്, ഇപ്പോൾ ഇത് കാലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചതിരിഞ്ഞാൽ ഒരു 4 മണി 5 മണി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് അവിടെ അവസാനിക്കുകയാണ്. ഇതേപോലെ തന്നെ പൂക്കളായാലും അതേപോലെ തന്നെ കുറച്ച് നാളുകൾ, മാക്സിമം 2-3 ദിവസം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലിയർ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൂക്കളിട്ട് ഉപയോഗിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ നമുക്ക് ഉപയോഗശൂന്യമായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയധികം പൂക്കൾ കിലോ കണക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിൻഡൽ കണക്കിന് പൂക്കളാണ് അവിടെ ചാക്കലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടത് കിൻഡൽ കണക്കിന് പൂക്കളാണ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് ഇത് അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി അത് വിപണനം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ പണം നമ്മുടെ നഷ്ടപ്പെടും. വളരെ വലിയൊരു കച്ചവടമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പൂവിൻ്റെ വില അറിയാൻ വേണ്ടി പോയപ്പോൾ തന്നെ 200 രൂപ 300 രൂപയ്ക്കാണ് ചെണ്ടുമല്ലി പറയുന്നത്. ചെണ്ടുമല്ലിക്കാണ് മെയിനായിട്ട് പൂക്കളങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ചെണ്ടുമല്ലിയാണ്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഭീമൻ പൂക്കളത്തിന് ഇലകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പച്ച കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാറ്റാടിയുടെ ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രത്യേക ഒരു ലുക്കായിട്ട് വന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഇപ്പോൾ വൈറ്റ് കളറൊക്കെ ജമന്തി, അപ്പോൾ ഇതുപോലെയുള്ള പൂക്കൾക്ക് ഇപ്പോൾ ഈ അരളിയാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളതുണ്ട്. അരളിക്ക് ഒരു പ്രാവശ്യം നിർത്തിയിട്ടുള്ളതാണ്, എങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരളി പൂവിൻ്റെ പ്രത്യേകതകൾ വേറെ ഒരുപാടുണ്ട്. അപ്പോൾ കിൻഡൽ കണക്കിന് പൂക്കളുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ഥലം വരെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു പൂക്കളം ഫില്ല് ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത്രയ്ക്കധികം പണച്ചെലവുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ ഇത്രയും വലിയൊരു ഭീമാകാരം, നമ്മുടെ തൃശ്ശൂരിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്രയ്ക്കും ഭീമാകാരമായ ഒരു പൂക്കളം അത് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ അതിട്ടിട്ടും അതിൻ്റെ ഒരു ഭംഗി കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറച്ചും കൂടിയും ക്ലിയറായത് ഇപ്രാവശ്യത്തെയാണ്. ഇപ്രാവശ്യത്തെ പൂക്കളം കുറച്ചും കൂടിയും അതിൻ്റെ ഡിസൈനിൽ തന്നെ ഒരുപാടുകൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ത്രിമാന ചിത്രം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു 3D വേർഷൻ, അതായത് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 3D പിക്ചർ കാണുന്ന പോലെയുള്ള ഒരു രീതിയാണ് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് ഈ ഹെലികാമും അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമ്മൾ മറ്റോണം വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെ ആ ഒരു പൂക്കളം അവിടെ നിർമ്മിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വലിയ ഒരു കാര്യമെന്ന് പറയാൻ ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇപ്പോൾ പൂരമായാലും അല്ലെങ്കിൽ
പുലിക്കളി ആയാലും അതുപോലെ തന്നെ എന്ത് കാര്യം ആയാലും നമ്പർ 1 തന്നെയാണ് എത്താറ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കളവും നമ്പർ 1 തന്നെയാണ്. ഒരുപാട് വാർത്താ പ്രാധാന്യമുണ്ടായി. ഒരുപാട് യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ മെയിൻ വാർത്ത തന്നെ ഇതായിരുന്നു. കാരണം നമ്മുടെ തൃപ്പൂണിത്തറ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ റൗണ്ടിലേക്ക് കാണുന്ന ദൃശ്യങ്ങളാണ്. മഴക്കാര് വരുന്നുണ്ട്. മഴ ആ സമയത്ത് തുള്ളിയിട്ടു. അപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും നല്ല കാര്യങ്ങൾക്കായിട്ട് മഴ മാറി നിൽക്കാറുണ്ടെന്നുള്ളത് മനസ്സിലായത് അതുകൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല സമയത്തും മഴ തുള്ളിയിട്ട് വന്നപ്പോൾ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ആളുകളുടെ ആ ഒരു ആവേശം അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ ഒരു എഫർട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ അത് മിസ്സായി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ മഴ തുള്ളിയിട്ട് വന്നപ്പോൾ അവിടെ നമ്മൾ ടാർപ്പായി ഇടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ ടാർപ്പായി വേണ്ടി വന്നില്ല. കാരണം അത്രയ്ക്കും വലിയ ടാർപ്പായി തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മാക്സിമം അത് പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന ഒരു തീരുമാനമൊക്കെ അവിടെ എടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇനി പരത്തി പറയണില്ല. അപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം എന്തായാലും ആ പൂക്കളത്തിനെ ഒന്ന് ഭാഗത്തും വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചരിത്ര സംഭവമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വലിയ വലിയ സംരംഭങ്ങൾ, ഇതുപോലെയുള്ള കാഴ്ചകൾ നൽകുന്ന അതിമനോഹര കാഴ്ചകൾ നൽകുന്ന കാര്യങ്ങൾ നിരന്തരം അല്ലെങ്കിൽ ഒരു വർഷങ്ങളിലും നല്ല രീതിയിൽ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ഈ റീലിൽ ഞാനും ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്